പുണ്യം ബൈ ഇന്ത്യ ലൈവിന്റെ ശ്രീകോവിൽ എന്ന സെഗ്മെന്റിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രപഞ്ചത്തിന്റെ നിലനിൽപ്പിന്റെ സ്ഥിതിയുടെ കാരണക്കാരനായി ഹൈന്ദവ വിശ്വാസികൾ കണക്കാക്കുന്ന ഭഗവാൻ മഹാവിഷ്ണു പ്രഹ്ലാദനു മുന്നിൽ പ്രത്യക്ഷപ്പെട്ട വിശ്വരൂപ സങ്കല്പത്തിൽ ശാന്തഭാവത്തിൽ നിലകൊള്ളുന്ന കോട്ടയം നട്ടാശ്ശേരിയിൽ സ്ഥിതി ചെയ്യുന്ന വേമ്പിൻകുളങ്ങര ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ആഗ്രഹ സാഫല്യത്തിനും സന്താനഭാഗ്യത്തിനും വിവാഹയോഗത്തിനുമൊക്കെ പേര് കേട്ട അമ്പലം. ഇവിടുത്തെ വിശേഷ പൂജകളും വിശേഷ ദിവസങ്ങളും നമുക്ക് ചോദിച്ചറിയാം. നമസ്കാരം. മധ്യ തിരുവിതാംകൂറിലെ ചിരപുരാതനമായ മഹാവിഷ്ണു ക്ഷേത്രങ്ങളിൽ വളരെ പഴക്കം ചെന്ന കോട്ടയം ജില്ലയിലെ നട്ടാശ്ശേരി ഗ്രാമത്തിലെ മഹാവിഷ്ണു ക്ഷേത്രം പുനരുദ്ധാരണത്തിൻ്റെ മധ്യഭാഗത്ത് എത്തി നിൽക്കുന്ന ഈ സന്ദർഭത്തിൽ നമ്മുടെ ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യങ്ങളും അതേപോലെ ഭഗവാന്റെ അനുഗ്രഹങ്ങളും നമുക്ക് ഒരു ദിവസം കൊണ്ടോ 10 മിനിറ്റ് കൊണ്ടോ പറഞ്ഞു തീർക്കാൻ പറ്റുന്ന കാര്യമല്ല. എങ്കിലും ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയാതിരിക്കുവാനും സാധിക്കില്ല. നമ്മുടെ ക്ഷേത്രത്തിൽ വെളുപ്പിനെ 5 മണിക്ക് ക്ഷേത്രനട തുറന്ന് 10 മണിയാവുമ്പോൾ ക്ഷേത്രനട അടയ്ക്കുന്ന സമയം വരെ ഇവിടെ വരുന്ന വിവിധ ഭക്തജനങ്ങളുടെ ആഗ്രഹം സഫലീകരിക്കപ്പെടുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. സന്താനം ഇല്ലാത്ത അനവധി ആൾക്കാർ വളരെ വിദൂര സ്ഥലങ്ങളിൽ നിന്ന് പോലും നമ്മുടെ ക്ഷേത്രത്തിലെത്തി പ്രാർത്ഥിച്ച് അവരുടെ കാര്യങ്ങൾ സാധിച്ച് നമ്മുടെ ഭഗവാൻ കൊടുത്തിട്ടുള്ളതായിട്ട് നമുക്കറിയാൻ സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ധന്വന്തരി മൂർത്തി ആയിട്ട് പ്രാർത്ഥിച്ച് ധാരാളം ആൾക്കാർക്ക് രോഗനിവാരണം വന്നതായിട്ടും അറിയുവാൻ സാധിച്ചിട്ടുണ്ട്. ഇങ്ങനെ അനവധി കാര്യങ്ങൾ, വിവാഹം നടക്കാതെ അധികം പ്രായമായ ആൾക്കാർക്ക് വിവാഹം നടക്കുവാൻ വേണ്ടിയിട്ട് ലക്ഷ്മി നാരായണ പൂജ, അതേപോലെ വിദ്യാഭ്യാസ പുരോഗതിക്കായിട്ട് വിദ്യാഗോപാലം, അങ്ങനെ എണ്ണിയാലൊടുങ്ങാത്ത രീതിയിലുള്ള ഭഗവാന്റെ അനുഗ്രഹം ഈ നാട്ടിലെ ഭക്തജനങ്ങൾക്ക് ധാരാളമായി പറയുവാനുണ്ട്. അതുപോലെ തന്നെ സന്താന വിഷയത്തിലേക്ക് വേണ്ടിയിട്ട്, സന്താനം ഉണ്ടാകുന്നതിലേക്കായി ഇവിടെ 13 മാസക്കാലത്തോളം എല്ലാ മാസവും തിരുവോണത്തിന് തിരുവോണവൂട്ടും, അതേപോലെ അത് എല്ലാം തിരുവോണവൂട്ട് എന്ന് പറഞ്ഞാൽ ഒരു ഭക്തൻ്റെ വഴിപാടായി നടത്തപ്പെടുന്നതാണ് തിരുവോണവൂട്ട്. ആ ഭക്തൻ പ്രഭാതത്തിൽ കുളിച്ച് ക്ഷേത്രത്തിലെത്തി അന്നേ ദിവസം മാത്രം, എല്ലാ മാസത്തിലും തിരുവോണത്തിൻ്റെ അന്ന് മാത്രം തങ്കയങ്കി ചാർത്തും. ആ തങ്കയങ്കി കണ്ട് തൊഴുത് പ്രാർത്ഥിച്ച് തൻ്റേതായിട്ടുള്ള ആവശ്യം എന്താണോ അത് ഭഗവാനിൽ പറഞ്ഞ് ഉച്ചപൂജ സമയത്തെങ്കിൽ ആ ക്ഷേത്രത്തിൽ ആ പ്രാർത്ഥനയോടുകൂടി നിന്ന് പ്രസന്നപൂജ തൊഴുത് നമ്മുടെ മണ്ഡപത്തിൽ പ്രത്യേകമായി തയ്യാറാക്കിയിട്ടുള്ള സ്ഥലത്ത് കുട്ടികൾക്ക് അന്നം, ആ നിവേദിച്ച ഹവിസിൻ്റെ അംശം ആ കുട്ടികൾക്ക് വിതരണം ചെയ്ത് ആ കുട്ടികളെ വാമനമൂർത്തി ആയിട്ടാണ് സങ്കല്പം. ഓരോ കുട്ടികളെയും വാമനമൂർത്തിയായിട്ട് സങ്കല്പിച്ച് അകത്തു നിന്നും നിവേദിച്ച നിവേദ്യപ്രസാദം പുറത്തു കൊണ്ടുവന്ന് ആ കൊച്ചുകുട്ടികൾക്ക് വിതരണം ചെയ്യുമ്പോൾ തന്നിലുണ്ടാകുന്ന ആ ആത്മനിർവൃതി, അതാണ് ആ സന്താനഗോപാലം പുഷ്പാഞ്ജലിയോടൊപ്പം വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു സംഗതിയാണ് ഈ കുഞ്ഞുങ്ങൾക്ക് അന്നം വിളമ്പുക എന്നുള്ളത്. ഇത് വഴിപാട്ടുകാർ മാത്രമല്ല, അന്നേ ദിവസം ഇതേപോലെ തന്നെ വഴിപാട് നടത്തപ്പെടുന്ന ആൾക്കാരും അതേപോലെ ഭക്തജനങ്ങൾക്കും
ഇതിനകത്ത് പങ്കെടുക്കാവുന്നതാണ്. ഈ അന്നം വിളമ്പാനും അതിനകത്ത് സഹകരിക്കാനും എല്ലാവർക്കും. പക്ഷേ വഴിപാട് ഒരാൾക്ക് മാത്രമേ ഒരു മാസത്തിൽ ചെയ്യുവാൻ പാടുള്ളൂ. പോയിട്ട് 12 മാസം എല്ലാ മാസവും ഓരോ വ്യക്തികളുടെ വഴിപാട് ആണ് ഇവിടെ നടത്തപ്പെടുന്നത്. എന്നാൽ എല്ലാ ആൾക്കാർക്കും ഇതിൽ പങ്കെടുക്കാവുന്നതുമാണ്. വരുന്ന ഭക്തജനങ്ങൾക്ക് തൻ്റെ ആഗ്രഹ സാഫല്യം നടത്തുന്നതിന് വേണ്ടി ക്ഷേത്രത്തിലെത്തി നിർമാല്യ ദർശനത്തിന് ശേഷം അങ്കി ചാർത്തി തൊഴുത് സന്താനഗോപാലം പുഷ്പാഞ്ജലിയും കഴിച്ച് പോകുന്ന ധാരാളം ഭക്തജനങ്ങൾ ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നു. ഏതായാലും നമ്മുടെ ക്ഷേത്രത്തിൻ്റെ ഭഗവാന്റെ സർവൈശ്വര്യം ഭക്തജനങ്ങളിലേക്ക് എത്തുന്നതിനു വേണ്ടി കൂടുതൽ ഭക്തജനങ്ങൾക്ക് സൗകര്യങ്ങൾ ഉണ്ടാകുന്നതിനും വേണ്ടി ഈ ക്ഷേത്രത്തിൻ്റെ ചുറ്റമ്പലം നാശോന്മുഖമായി ഇരുന്ന ആ കാലയളവിൽ ഭക്തജനങ്ങളുടെ കൂട്ടായ പരിശ്രമം മൂലം ക്ഷേത്ര പുനർനിർമ്മാണവും വളരെ ഭംഗിയായി നടന്നു വരുന്നു. ഓം നമോ നാരായണായ. ഈ ക്ഷേത്രത്തിലെ ഏറ്റവും വിശേഷപ്പെട്ട വഴിപാടെന്ന് പറഞ്ഞാൽ തിരുവോണമാണ്. ഈ തിരുവോണം നാളിൽ ഭഗവാന് തിരുവോണോട്ട് വഴിപാടായിട്ട് നടത്തുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഉണ്ണിയൂട്ട് നടത്തപ്പെടുന്നത്. ഒരു വർഷം 13 തിരുവോണം വരും. അതിൽ 12 എണ്ണവും വഴിപാടുകാരുടെ സമർപ്പണമായിരിക്കും. അത് മുൻകൂട്ടി ബുക്ക് ചെയ്തവരായിരിക്കും നടത്തപ്പെടുന്നത്. 13ാമത്തെ തിരുവോണം എന്ന് പറഞ്ഞാൽ ചിങ്ങമാസത്തിലെ തിരുവോണമാണ്. അത് നമ്മുടെ നാട്ടിലെ മാത്രം ഒരു പ്രത്യേകതയാണ്. എല്ലാ ഭക്തജനങ്ങളും എന്ന് പറഞ്ഞാൽ ഈ നാട്ടുകാരുടെ തിരുവോണ സദ്യയായിട്ടാണ് ഇത് നടത്തപ്പെടുന്നത്. എല്ലാ ആൾക്കാരും തിരുവോണ നാളിൽ ഇവിടെ വന്ന ഭക്ഷണം കഴിക്കുക. അത് എല്ലാ മതസ്ഥരും ഇവിടെ പങ്കാളികളാണ്. ഈ നാട്ടിലുള്ള എല്ലാവരും തന്നെ ഈ അമ്പലത്തിൽ വന്നാണ് തിരുവോണം ആഘോഷിക്കുന്നത്. ഇത് ഇലയിട്ട് സദ്യയാണ്. അത് നാട്ടുകാരുടെ ഒരു അവകാശം പോലെയാണ്. ആ നാട്ടുകാർ എല്ലാവരും കൂടെ ചേർന്ന് തലേദിവസം കൂടി എല്ലാം അരിയാനും കറിക്കരിയാനും അങ്ങനെ എല്ലാ പരിപാടികളും ചെയ്ത് നമ്മൾ ഇവിടെ ഓണം ഇവിടെ തന്നെ അമ്പലത്തിൽ ഭഗവാന് മുമ്പിൽ തന്നെയാണ് കൊണ്ടാടുന്നത്. ബാക്കി എല്ലാ മാസം എന്ന് പറഞ്ഞാൽ വഴിപാടുകാർ അത് മുൻകൂട്ടി ബുക്ക് ചെയ്ത ഇതായിരിക്കും. അത് ഒരാൾക്ക് മാത്രമേ നടത്താൻ പറ്റത്തുള്ളൂ. അത് ഇപ്പോൾ 2027 അവസാനം വരെ ബുക്കിംഗ് ആയിട്ടുണ്ട്. പക്ഷേ ഈ തിരുവോണൂട്ടിന് നമ്മൾ ബാക്കി ആൾക്കാർക്കും ഈ വഴിപാടുകാരോടൊപ്പം സംബന്ധിച്ച് അവനവൻ്റെ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയിട്ട് ഭഗവാന്റെ മുന്നിൽ വന്ന് പ്രസന്ന പൂജയ്ക്ക് പ്രാർത്ഥിച്ച് അഭിജിത്ത് മുഹൂർത്തത്തിൽ നടത്തപ്പെടുന്ന ഉണ്ണിയൂട്ടിലിനകത്ത് പിള്ളേർക്ക് വിളമ്പാനുള്ള സൗകര്യം കൊടുക്കുന്നതാണ്. ഇത് ഇങ്ങനെ ചെയ്ത ഒത്തിരി ആൾക്കാർക്ക് സന്താനലബ്ധി ജയിച്ചതായിട്ട് പലരും പറഞ്ഞുള്ള അറിവ് നമുക്കുണ്ട്. അപ്പോൾ അതിന് പ്രകാരം കൂടുതൽ ആൾക്കാരിങ്ങനെ ഇതിൻ്റെ അകത്ത് വന്ന് ഭഗവാന്റെ മുമ്പിൽ പ്രാർത്ഥിക്കുകയും പ്രസന്ന പൂജയ്ക്ക് പ്രാർത്ഥിച്ചതിന് ശേഷം ഈ വാമനമൂർത്തിയായിട്ട് സങ്കല്പിച്ച് ഇരിക്കുന്ന ഉണ്ണികൾക്ക് അന്നം വിളമ്പി പ്രാർത്ഥിച്ചതിന് ശേഷം സന്താനലബ്ധി ഉണ്ടായതിന് ശേഷം ഇവിടെ വന്ന് അവരുടെ കുട്ടിക്ക് ചോറ് കൊടുക്കുക എന്നാണ് ഇവിടുത്തെ ഒരു പതിവ്. അപ്പം ഈ ചടങ്ങിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ഉണ്ണികൾക്ക് വിളമ്പുക എന്നുള്ള ദമ്പതിമാർ ഇവിടെ വന്ന് കുട്ടികൾക്ക് വാമനമൂർത്തിയെ നമസ്കരിച്ച് അവർക്ക് അന്നം വിളമ്പി പ്രാർത്ഥിച്ചു പോകുന്നു എന്നുള്ളതാണ്. പിന്നെ അന്നേ ദിവസം മാത്രം എന്ന് പറഞ്ഞാൽ തിരുവോണത്തിൻ്റെ അന്ന് ഭഗവാന് തങ്കയങ്കി ചാർത്തും. എല്ലാ മലയാള മാസം 1-ാം തീയതിയും ഈ തിരുവോണം നാളിൽ മാത്രമേ ഇവിടെ അങ്കി ചാർത്തി ദർശനം ഉള്ളൂ. അന്നത്തെ ദിവസം മഹാനിവേദ്യമുണ്ട്. ഭഗവാന് 12 ലിറ്റർ പാൽപ്പായസം നിവേദിക്കുന്നു. അതിനുശേഷമുള്ള പ്രസന്ന പൂജയിലാണ് ഇവർ ഭഗവാനോട് അവരുടെ ആവശ്യം ഉദ്ദിഷ്ടകാര്യം എന്താണോ നേടാനുള്ളത് അത് ഭഗവാനോട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ചടങ്ങ് ഇപ്പം നിരവധി ആൾക്കാരിങ്ങനെ നമ്മളോട് അന്വേഷിക്കുന്നുണ്ട്. ഇപ്പം ഒരു ഇൻ്റർവ്യൂവിൻ്റെ അകത്ത് നവീൻ പറഞ്ഞതിന് ശേഷം ഉണ്ടായ ഒരു ഇതാണ്. അപ്പം ഇത് കേവലം ഈ നാട്ടിൽ അതിനുപരി ഓരോരുത്തർ പറഞ്ഞുള്ള അറിവ് മാത്രമല്ലാതെ ഇപ്പം വെളിയിലേക്ക് കണ്ടമാനം അറിയാൻ തുടങ്ങിയതിന് ശേഷം അതിനെക്കുറിച്ച് പല രീതിയിലുള്ള അന്വേഷണങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇത് എടുത്തു പറയാൻ കാരണം. ഇത് ഉണ്ണിയൂട്ടെന്ന് പറഞ്ഞത് തിരുവോണൂട്ടിൻ്റെ ഭാഗമായിട്ടൊരു ചടങ്ങാണ്. ഇത് ദമ്പതിമാർ വന്ന് ഇവിടെ ചെയ്യേണ്ട സംഭവമാണ്. ഇതിന് യാതൊരു ചാർജും അമ്പലത്തിൽ ഈടാക്കുന്നതല്ല. ആർക്കും വന്ന് വഴിപാടുകാരോടുകൂടി തന്നെ സംബന്ധിക്കാവുന്നതാണ്. അപ്പം വരുന്നവർക്ക് ഇതിനുള്ള സൗകര്യം ദേവസ്വത്തിൽ ഒരുക്കുന്നതാണ്.
അതിന് വേറെ മറ്റ് ചാർജുകളൊന്നുമില്ല. ഇനി അതുപോലെ തന്നെ ഇവിടെ വരുന്ന വാമനമൂർത്തിയായിട്ടിരിക്കുന്ന പിള്ളേരെ ആർക്ക് വേണമെങ്കിലും കൊണ്ടുവരാം, അതിനും പ്രത്യേകിച്ച് ചാർജുമില്ല. അത് പിള്ളേരെ ഇവിടെ ഇരുത്തുന്നത് ശരിക്കും കുട്ടികളുടെ ആയുരാരോഗ്യത്തിന് നല്ലതായിരിക്കും. 10 വയസ്സിൽ താഴെയുള്ള കുട്ടികളെ ആയിരിക്കും നമ്മൾ ഇരുത്തുക. അപ്പം അതിന് വരുന്ന കുട്ടികളും ഈ അമ്പലത്തിലേക്ക് നമ്മൾ സ്വാഗതം ചെയ്യുന്നു. ഈ ഉണ്ണിയൂട്ട് വഴിപാടായിട്ട് നേരത്തെ ബുക്ക് ചെയ്തവരോടൊപ്പം ഏത് ദമ്പതിമാർക്കും വന്ന് ഈ ഉണ്ണികൾക്ക് വിളമ്പാവുന്നതാണ്. ഇതിന് വേറെ മറ്റ് ചാർജുകളൊന്നുമില്ല. അപ്പം അവർ പ്രസന്നപൂജ തൊഴുതതിന് ശേഷം ഭഗവാനോട് അവരുടെ ആഗ്രഹങ്ങൾ പറഞ്ഞതിന് ശേഷം അഭീത്ത് മുഹൂർത്തത്തിൽ നടക്കുന്ന ഈ ചടങ്ങിൽ ഉണ്ണികൾക്ക് വിളമ്പുക എന്നുള്ള ചടങ്ങാണ്. ഇതിന് യാതൊരുവിധ ചാർജുകളും ദേവസ്വം ഈടാക്കുന്നതല്ല. അതിനുശേഷം ഇവിടെ നടത്തുന്ന പ്രസാദകൂട്ടിൽ അവർക്കും പങ്കാളികളാകാവുന്നതാണ്. ഇതിനൊന്നും യാതൊരു ചാർജുമില്ല. ഇവർക്ക് സന്താനലബ്ധി ഉണ്ടായതിനു ശേഷം ഭഗവാന്റെ അടുത്ത് വന്ന് അവർ യഥാശക്തി വഴിപാട് ആ സമയത്ത് അവർക്ക് താല്പര്യമുള്ള രീതിയിൽ ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ചോറുകൊണ്ടും വേറെ മറ്റു ചാർജുകളൊന്നും ഉണ്ടായിരിക്കുന്നതല്ല. സന്താനലബ്ധിക്ക് ശേഷം അവർക്കുണ്ടാകുന്ന കുട്ടികൾക്ക് ഇവിടെ വന്ന് ചോറ് കൊടുക്കണം എന്നുള്ള, മറ്റു ക്ഷേത്രങ്ങളിൽ കൊടുക്കുന്നതിന് മുമ്പ് ഇവിടെ വന്ന് ചോറ് കൊടുക്കണം എന്നൊരു ഇത് മാത്രമേ നമ്മൾ പറയുന്നുള്ളൂ. വേറൊരു ക്ഷേത്രത്തിൽ കൊടുക്കുന്നതിന് മുമ്പ് ഇവിടെ വന്ന് കുട്ടിക്ക് ചോറ് കൊടുക്കണം എന്ന് മാത്രമേ ഉള്ളൂ. ഈ ചടങ്ങിൻ്റെ പൂർത്തി അവിടെ ആകത്തുള്ളൂ. അതായത് ഒരു വർഷത്തിൽ 12 മാസത്തിൽ 13 തിരുവോണ നക്ഷത്രം വരികയാൽ 12 തിരുവോണം നക്ഷത്രത്തിന് ഭക്തജനങ്ങളുടെ വഴിപാടായും, ഭക്തജനങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു തിരുവോണകൂട്ട് നടത്തുന്ന ഓരോ തിരുവോണകൂട്ടും ഓരോ വ്യക്തികൾക്ക് മാത്രമേ നടത്തുവാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ 12 പേർക്ക് മാത്രമേ 12 മാസം നടത്താൻ സാധ്യമാവുള്ളൂ. 13ാമത്തെ തിരുവോണകൂട്ട് എന്ന് പറഞ്ഞാൽ അത് ഈ നാട്ടിലെ മുഴുവൻ ഭക്തജനങ്ങളും വേമ്പൻകുളങ്ങര ഭഗവാന്റെ അനുഗ്രഹം സിദ്ധിച്ചവരും അനുഗ്രഹം സിദ്ധിക്കാനുള്ളവരും ഈ നാട്ടിലെ മുഴുവൻ ഭക്തജനങ്ങളുടെയും പങ്കാളിത്തത്തോടുകൂടി നടത്തപ്പെടുന്ന വളരെ വിശാലമായ ഒരു തിരുവോണ സദ്യ ആണ് ചിങ്ങമാസത്തിലെ തിരുവോണത്തിന് നമ്മുടെ ക്ഷേത്രം വക നടത്തപ്പെടുന്നത്. എല്ലാ മാസവും തിരുവോണ നക്ഷത്ര ദിവസം നടത്തപ്പെടുന്ന വിശേഷാൽ തിരുവോണ പൂജ കൂടാതെ തന്നെ മാസത്തിൽ എല്ലാ ഏകാദശിയും, ഒരു വർഷത്തിൽ നടത്തപ്പെടുന്ന ഏകാദശികളിലെ എല്ലാ മാസവും ഏകാദശി വളരെ ഭംഗിയായി ഇവിടെ നടത്തപ്പെട്ടു വരുന്നുണ്ട്. മാതൃസമിതിയുടെ പേരിൽ അമ്മമാരൊത്തുകൂടി രാവിലെ മുതൽ നാരായണീയവും നാമജപവുമായി ഇവിടെ കൂടി മധ്യാഹ്ന സമയത്ത് ആ ഏകാദശി വ്രതത്തിൽ ആ ഏകാദശിക്ക് ആവശ്യമായിട്ടുള്ള ആഹാരം പാകം ചെയ്ത് അവർ തന്നെ അത് ഭക്തജനങ്ങളോടുകൂടി അവരും കഴിച്ച് പിരിയുന്ന ഒരു അവസരം ഇവിടെ നടന്നു വരുന്നുണ്ട്. അതേപോലെ തന്നെ എല്ലാ മാസത്തിലും നമ്മുടെ ഉപദേവനായിട്ട് നാഗരുണ്ട്, അതേപോലെ ധർമ്മശാസ്താവുണ്ട്. നാഗർക്ക് എല്ലാ മാസവും ആയില്യം പൂജ നടന്നു വരുന്നുണ്ട്. അതേപോലെ എല്ലാ ശനിയാഴ്ചയും ഭക്തജനങ്ങളുടെ വകയായി ശാസ്താവിന് നീരാഞ്ജനം നടന്നു വരുന്നുണ്ട്. അതേപോലെ നമ്മുടെ ഏതാണ്ട് കേരളത്തിൽ വളരെ അപൂർവം ക്ഷേത്രങ്ങളിൽ മാത്രം നടന്നു വരുന്ന സുഹൃതഹവനം, ഗായത്രി ഹോമം, അത് എല്ലാ മാസവും കൃത്യമായി നമ്മുടെ ക്ഷേത്രത്തിൽ ആദ്യ ഞായറാഴ്ച നടത്തി വരുന്നുണ്ട്. കുടുംബത്തിൻ്റെ സർവൈശ്വര്യത്തിന് വേണ്ടി നടത്തപ്പെടുന്ന സുഹൃതഹവനം പണ്ട് കാലത്ത് എല്ലാ ഭവനങ്ങളിലും 12 വർഷത്തിലൊരിക്കൽ നടത്തിക്കൊണ്ടിരുന്നിരുന്ന ഒരു കർമ്മമായിരുന്നു. ഇന്ന് സാമ്പത്തികപരമായി കൂടുതൽ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നതുകൊണ്ട് ഓരോ കുടുംബക്കാരും അത് ക്ഷേത്രങ്ങളിൽ വെച്ച് നടത്തപ്പെടുന്നതിൻ്റെ കൂടെ പങ്കാളികളാകുകയാണ്. നമ്മുടെ ക്ഷേത്രത്തിൽ എല്ലാ മാസവും ആദ്യ ഞായറാഴ്ച സുഹൃതഭവനം വളരെ ഭംഗിയായ രീതിയിൽ നടത്തപ്പെടുന്നുണ്ട്. ഗായത്രിയുടെ അക്ഷരം 24 അക്ഷരങ്ങൾ കൊണ്ടാണ് അതിന് ആ ഗായത്രി ഹോമം തന്നെ
സമിത്ത്, ആജ്യം, ചരു, ആജ്യം എന്നീ രീതിയിൽ നമ്മുടെ ക്ഷേത്രത്തിൽ നടത്തി വരുന്നത്. സൂര്യദമനം പോലെ തന്നെ പ്രാധാന്യമായിട്ട് നിത്യം നടത്തി വരുന്ന ഗണപതി ഹോമം വളരെ ഭംഗിയായി ഭക്തജനങ്ങളുടെ അകമഴിഞ്ഞ പങ്കാളിത്തവും അതേപോലെ തന്നെ ഭക്തമനസ്സുകളുടെ പ്രാർത്ഥനയും മൂലം വളരെ ഭംഗിയായ രീതിയിൽ എല്ലാ ദിവസവും രാവിലെ ഗണപതി ഹോമം നടന്നു വരുന്നു. മകരവിളക്കിന് ക്ഷേത്ര നടയിൽ സഹസ്രദള നീരാഞ്ജനം അന്നേ ദിവസം രാവിലെ നെയ്യഭിഷേകത്തിന് ശേഷം, അതേപോലെ വൈകുന്നേരം ഭസ്മാഭിഷേകത്തോടുകൂടി ദീപാരാധനയോടുകൂടി നമ്മൾ ഭക്തജനങ്ങളുടെ സഹകരണത്തോടുകൂടി 1008 നാളികേരം ഭക്തജനങ്ങൾ തന്നെ അവരുടെ കൈകളാൽ ആ ശനിദേവനെ പ്രീതിപ്പെടുത്തുന്നതിന് വേണ്ടി ആ ശാസ്താവിൻ്റെ നടയിൽ തന്നെ അവർ തന്നെ പൊട്ടിച്ച് അവർ തന്നെ കത്തിക്കുന്ന ഒരു സമ്പ്രദായ രീതിയാണ് സഹസ്രദള നീരാഞ്ജനം. അത് വളരെ ഭംഗിയായ രീതിയിൽ ഇവിടെ നടത്തി വരുന്നു. പിന്നെ ഈ ക്ഷേത്രത്തിൽ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർഷത്തിൽ 2 പ്രാവശ്യം ദശാവതാര ചേർത്ത് നടത്താറുണ്ട്. വിഷുവിന് ഒരു വർഷത്തിൽ ആദ്യമേ എന്ന് പറയുക വിഷു മഹോത്സവത്തിന് വിഷുവിൻ്റെ തലേദിവസം തീരുന്ന രീതിയിൽ 10 ദിവസം ദശാവതാര ചാർത്ത് ദർശനം ഉണ്ടായിരിക്കും. അത് രാവിലെ ചാർത്തിയതിന് ശേഷം വൈകുന്നേരം വരെ ഉണ്ടായിരിക്കും. അതുകൂടാതെ ചിങ്ങമാസത്തിലെ തിരുവോണത്തിൻ്റെ തലേദിവസം തീരുന്ന രീതിയിലും ദശാവതാര ചാർത്ത് ഉണ്ടായിരിക്കും. തിരുവോണത്തിന് അന്ന് കളഭാഭിഷേകമാണ്. കളഭാഭിഷേകത്തിന് ശേഷമാണ് തിരുവോണ സദ്യ നടത്തപ്പെടുന്നത്. അത് നേരത്തെ നമ്മൾ ബുക്ക് ചെയ്ത ഒരു വഴിപാടുകാരുണ്ട്. കളഭാഭിഷേകത്തിന് ശുദ്ധമായ ചന്ദനം, പനിനീര്, ഗോരോചനം, കുങ്കുമപ്പൂവ് എന്നിവ പനിനീരിൽ അരച്ചുണ്ടാക്കുന്ന പ്രത്യേകം തയ്യാറാക്കുന്ന കളഭമാണ് ഇവിടെ. കളഭം കൊണ്ടാണ് ഇവിടെ കളഭാഭിഷേകം നടത്തുന്നത്. അത് തിരുവോണത്തിനന്ന് ഭഗവാന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട വഴിപാടായിട്ടാണ് ഇരിക്കുന്നത്. അതും ഒരു വ്യക്തിയായിട്ടല്ല ചെയ്യുന്നത്, അതും ആർക്കും പങ്കുചേരാൻ പറ്റും ഈ ചടങ്ങിൽ. അതിന് 1000 രൂപ വെച്ച് ചാർജ് ചെയ്ത് ആർക്കും ഇതിനകത്ത് പങ്കെടുക്കാവുന്ന രീതിയിലാണ് ദേവസ്വം ഇത് അറേഞ്ച് ചെയ്തേക്കുന്നത്. അതേപോലെ നമ്മുടെ ക്ഷേത്രത്തിലെ പ്രധാനപ്പെട്ട ഉത്സവങ്ങളിലൊന്നാണ് മീനമാസത്തിൽ 24-ാം തീയതി നടത്തപ്പെടുന്ന പ്രതിഷ്ഠാദിന കലശാദികൾ. വളരെ ഭംഗിയായ രീതിയിൽ നമ്മുടെ തിരുവുത്സവത്തിൻ്റെ ആരംഭം കുറിക്കുന്ന പ്രതിഷ്ഠാ ദിനം കൂടിയാണ് നമ്മുടെ ഉത്സവാദികൾ ആരംഭിക്കുന്നത്. അതേപോലെ ആ ഉത്സവത്തോടനുബന്ധിച്ച് എല്ലാ വർഷവും സപ്താഹം നടക്കാറുണ്ട്. കേരളത്തിലെ അറിയപ്പെടുന്ന ഏറ്റവും അർത്ഥവത്തായിട്ടുള്ള സപ്താഹ ആചാര്യന്മാരെ ക്ഷണിച്ചു വരുത്തി വളരെ ഭംഗിയായ രീതിയിൽ സപ്താഹം നടന്നു വരുന്നു. അതേപോലെ വിഷു മഹോത്സവം അത്യാർഭാടപൂർവമായി നമ്മുടെ ക്ഷേത്രത്തിൽ നടത്തി വരുന്ന ഒരു ആട്ടവിശേഷമാണ്. അന്നേ ദിവസം വെളുപ്പിന് 4 മണിക്ക് ക്ഷേത്രനട തുറന്ന് ഭഗവാനെ കണി കാണിച്ച് അതിനുശേഷം ഈ നാട്ടിലെ മുഴുവൻ ഭക്തജനങ്ങളും നമ്മുടെ ക്ഷേത്രാങ്കണത്തിൽ എത്തിച്ചേർന്ന് ഭഗവാന് കാണിക്കയർപ്പിച്ച് തൊഴുത് പ്രാർത്ഥിച്ച് തൻ്റെ ഒരു വർഷക്കാലം വളരെ ഭംഗിയായ രീതിയിൽ തനിക്കും തൻ്റെ കുടുംബത്തിനും സർവൈശ്വര്യം തരുന്നതിനു വേണ്ടി പ്രാർത്ഥിച്ചിട്ട് പോകുന്ന ഒരു സാഹചര്യവും നമ്മുടെ ഈ ക്ഷേത്രത്തിലുണ്ട്. വിഷുവിൻ്റെ തലേദിവസം ദേശവിളക്ക് നമ്മൾ എല്ലാ വർഷവും നടത്തുന്നുണ്ട്. അത് നമ്മുടെ ഈ നട്ടാശ്ശേരി ദേശം മുഴുവൻ വിളക്ക് കത്തിക്കുന്നത് ഭഗവാന്റെ അവിടുന്ന് വിളക്ക് കത്തിച്ച് ഇത് നമ്മുടെ നാട്ടിലെല്ലാവരും തന്നെ എല്ലാ വീടുകളുടെ മുമ്പിലും ക്ഷേത്രത്തിന് ചുറ്റും ഈ നാട് മുഴുവൻ അലങ്കരിക്കുന്ന രീതിയിൽ ദേശവിളക്ക് നടത്തപ്പെടുന്നു. പിന്നെ വിഷുവിൻ്റെ അന്ന് നമ്മുടെ ഇവിടെ മാത്രം ഉള്ള ഒരു പ്രത്യേകതയാണ് തേരുണ്ടം എന്ന് പറഞ്ഞ്. ശരിക്കും ഗരുഡൻ പറവയോട് ഏകദേശം സാമ്യമുള്ള ഒരു ഇതാണ്. ഇത് വർഷങ്ങളായിട്ട് ഇവിടെ നടന്നു. വിഷ്ണുവിൻ്റെ വാഹനം എന്നുള്ള രീതിയിലാണ് ഇവിടെ ഗരുഡൻ്റേത്. അതിന് തേരുണ്ടം എന്നാണ് പറയുന്നത്.
അത് ഇവിടെ അടുത്ത് തന്നെയുള്ള കണക്കഞ്ചേരിയുടെ കുടുംബക്ഷേത്രമുണ്ട്, അവിടെ നിന്നാണ് അത് ആരംഭിക്കുന്നത്. അത് ഇരട്ടഗരുഡൻ 2 തേരുണ്ടം ആണ് വരുന്നത്. അത് ഇവിടെ വന്ന് കയറിയതിന് ശേഷമായിരിക്കും വൈകുന്നേരത്തെ ദീപാരാധന നടക്കുന്നത്. അത് വരുന്നത് പ്രത്യേകം തയ്യാറാക്കിയ തട്ടയിലായിരിക്കും ഈ തേരുണ്ടം വരുന്നത്. അപ്പോൾ അത് ഈ ക്ഷേത്രത്തിന് മാത്രം ഒരു പ്രത്യേകതയാണ് ഈ തേരുണ്ടം വഴിപാട്. കോട്ടയം റെയിൽവേ സ്റ്റേഷനിൽ നിന്നും അമ്പലത്തിലേക്ക് വെറും 1 കിലോമീറ്റർ മാത്രമേ ദൂരമുള്ളൂ. ഇനി ട്രാൻസ്പോർട്ട് ബസ് സ്റ്റാൻഡിലാണ് വരുന്നതെങ്കിൽ MC റോഡ് വഴിയുള്ള ബസ്സിൽ കയറി ചൂട്ടുവേലി എന്ന സ്റ്റോപ്പിൽ ഇറങ്ങുക. അവിടെ മംഗളം പത്രത്തിന്റെ ഓഫീസിന് നേരെ എതിർവശത്തായി അമ്പലത്തിന്റെ ബോർഡ് കാണാം. കുമളി ഭാഗത്ത് നിന്ന് വരുന്നവർക്കാണെങ്കിൽ കഞ്ഞിക്കുഴിയിൽ ഇറങ്ങി തിരുവഞ്ചൂരേക്കുള്ള ബസ് കയറുക. അവിടെ നിന്നും വെറും 1.5 കിലോമീറ്റർ മാത്രമേ ദൂരമുള്ളൂ. ഇതുപോലുള്ള ക്ഷേത്ര ആചാരങ്ങളെ പറ്റിയും വിശ്വാസങ്ങളെ പറ്റിയും കൂടുതലായി അറിയാൻ ആഗ്രഹിക്കുന്നവർക്കായി പുണ്യം ബൈ ഇന്ത്യ ലൈവ് പുതിയൊരു സെഗ്മെന്റ് ശ്രീകോവിൽ എന്ന പേരിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ കൂടെ കൂടുക. ഇതുപോലുള്ള വിശ്വാസങ്ങളും ആചാരങ്ങളും സനാതന ധർമ്മവും വളർത്തിയെടുക്കുക.